പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം അടിമത്തം ഖുർആനിലുണ്ടോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കാൻ പോകുന്നത്. അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഖുർആന്റെ മുഖാത്തബ് നഫ്സാണ്, മനസ്സിനോടാണ് ഖുർആൻ സംസാരിക്കുന്നത് എന്നാണ്. അത് ഞാന് പ്രവാചകൻ ചന്ദ്രനെ പിളർത്തിയോ എന്ന ടൈറ്റിലിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൽ ഖമർ നൂറ് കൊടുക്കുന്നത്, ഖമറിന്റെ നൂറ് മനസ്സിലേക്കാണ് കൊടുക്കുന്നത്. മനസ്സിന്റെ ലൈലത്തു ജഹ്ല്, അജ്ഞതയുടെ ഇരുട്ടിലേക്കാണ്. അൽ അഖ്ലുദ്ദാലുൽ മുസ്തനീറായ, അതായത് വെളിച്ചം നൽകുകയും വഴികാട്ടിയാവുകയും ചെയ്യുന്ന മനുഷ്യന്റെ ബുദ്ധിയാണ് ഖമറെന്ന് നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ മനസ്സിലെ ഇരുട്ടുകൾ പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ടാണ് ആ ഖമറിന്റെ നൂറ് നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും ആ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ടായി. അതുകൊണ്ടാണ് വൽ ഖമറ ഖദ്ദർനാഹു മനാസില എന്ന് സൂറത്ത് യാസീനില് അള്ളാഹു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, തൻസീലുൽ ഖുർആനിന്റെ മൻസിലുകൾ, തൻസീല് മനാസില്, അതിന്റെ ഇത് ഓരോന്നോരോന്നാണ്, പതിയെ പതിയാണ് അത് നടക്കുക. അങ്ങനെ ഇരുട്ടുകൾ നീക്കാൻ ആ ഖമറിന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ മശക്കത്ത്, അതിന് സഹിക്കാവുന്നതും വഹിക്കാവുന്നതും അത് പൂർണ്ണമായിട്ടും വഹിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ഇൻഷക്കൽ ഖമർ എന്ന് വിശദീകരിച്ചു. അത് ചില സഹോദരങ്ങൾ എനിക്ക് വിളിച്ചു, വളരെ വ്യക്തമാണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ അവന് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നത്. അവന്റെ കൈപ്പിടിയിൽ അവന്റെ മനസ്സിന്റെ മുൽക്ക് ഒതുക്കാൻ അങ്ങനെയാണ് കഴിയുക. അത് കഴിയുമ്പോഴാണ് ആ ഖമറിന്റെ വെളിച്ചം അതിന് നൽകാൻ കഴിയുന്നതിന്റെ മാക്സിമം, പരമാവധി അത് നൽകുകയും ചെയ്യുമ്പോഴാണ് അവനിൽ ബോധസൂര്യൻ ഉദിക്കുന്നത് എന്ന് അതിന്റെ ഈ ആത്മീയ തലങ്ങളെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയ ആളുകൾ എന്നോട് വിളിച്ചു പറയുകയുണ്ടായി. അങ്ങനെ തന്നെയാണ് മാഷെ, അത് സത്യമാണത് എന്ന് സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് സബഅ സമാവാത്തിൻ തിബാക്ക എന്നുള്ളത് ഞാൻ അവിടെ വിശദീകരിച്ചത്. തബക്കായിട്ട്, തബക്കൻ ആൻഡ് തബക്ക്, പടിപടിയായിട്ടാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് വജഅലൽ ഖമറ ഫീഹിന്ന നൂറ എന്ന് പറയുന്നത്. ലതർകബുന്ന തബക്കൻ ആൻ തബക്ക് എന്നാണ്. അതേ തിബാക്ക് തന്നെ, പടിപടിയായിട്ടാണ് നിങ്ങൾ മുകളിലേക്ക് കയറി വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചത്. ആ മനുഷ്യന്റെ മനസ്സിന്റെ മുൽക്ക് ഖൽബു ഇബ്രാഹിമിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. എന്നിട്ട് യൂസുഫ് പറയുന്നുണ്ട്, റബ്ബി കദി ആത്തൈതനി മിനൽ മുൽക്കി എന്ന് യൂസുഫിന്റെ ആദ്യത്തിൽ പറയുന്നുണ്ട്. എനിക്ക് മുൽക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല, മിനൽ മുൽക്കാണ്, മുൽക്കിൽ നിന്ന് എനിക്ക് കിട്ടി എന്നാണ് പറയുന്നത്. നീ എനിക്ക് തന്നു. എന്നിട്ട് ആ മുൽക്കിനെയാണ് മൂസൽ അഖ്ലാവുന്ന മനുഷ്യ ബുദ്ധി അത് ഫിർഔനിലേക്ക്, അവനിലെ ഈഗോയിലേക്കും അഹങ്കാരത്തിലേക്കും അത് ഏൽപ്പിച്ചു കൊടുക്കാതെ അത് പൂർണ്ണമായിട്ടും അതിന്റെ അവസാനം സുലൈമാനിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. ഈ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത്. ഈ പ്രവാചകൻ ചന്ദ്രനെ പിളർത്തിയോ എന്ന ടൈറ്റിലോടുകൂടി ഞാൻ എടുത്ത ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യം അതാണ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അടിമത്തം ഖുർആനിലുണ്ടോ എന്നതാണ് വിഷയം. അടിമത്തം എന്ന് പറയുന്ന വാക്ക് തന്നെ ഖുർആനിലുണ്ടോ എന്നാണ് എനിക്ക് സംശയം. അടിമത്തം പോയിട്ട് അടിമ എന്നത് അർത്ഥം വരുന്ന വാക്ക് തന്നെ ഖുർആനിലുണ്ടോ എന്നതാണ് ഞാൻ പരിശോധിച്ചത്. ഇല്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല,
ഖുർആനിനെ വൈജ്ഞാനികമായി വായിച്ച, ആശയപരമായി വായിച്ച എല്ലാ ജ്ഞാനികളും പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും ഖുർആനിലില്ല എന്നാണ്. എന്നാൽ പാരമ്പര്യമായ പരിഭാഷകളിലൊക്കെ ഇല്ലേ? ഉണ്ട്. അതിനെ ചരിത്രപരമായിട്ടും പദാർത്ഥപരമായിട്ടും വായിച്ചപ്പോൾ അത് പ്രവാചകനെ നമ്മൾ സാക്ഷിയാകേണ്ടതിന്, പ്രവാചകന് നമ്മൾ സാക്ഷിയാകണം. ആ പ്രവാചകന് നമ്മുടെ ജീവിതം സാക്ഷിയാകണമെങ്കിൽ അങ്ങനെ ചരിത്രപരമായി വായിച്ച ഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന ഉന്നതമായ, ഉത്കൃഷ്ടമായ, മഹത്തായ ഒരു സ്വഭാവത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷിയാക്കണമെങ്കിൽ വാക്കുകൊണ്ട് വേണമെങ്കിൽ പറയാം, ഒരുവിടാം. പക്ഷെ ജീവിതം കൊണ്ടത് സാക്ഷിയാക്കണമെങ്കിൽ ചരിത്രപരമായ മുഹമ്മദിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കറിയാം. ചരിത്രത്തിൽ പഠിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി മുഹമ്മദിനെ കുറിച്ച് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാണ് ചരിത്രത്തിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മേൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അത് 6 വയസ്സായ പെൺകുട്ടിയെ വിവാഹം കഴിക്കൽ തുടങ്ങി അങ്ങോട്ട് യുദ്ധങ്ങളുടെ പരമ്പരയിലൂടെയാണ് അത് പോകുന്നത്. ഖുർആനിൽ മഅറക്കത്തു ജഹ്ല് മാത്രമേ ഉള്ളൂ. അജ്ഞതയോടെ ഏറ്റുമുട്ടാനുള്ള യുദ്ധക്കളം മാത്രമേ ഖുർആനിലുള്ളൂ. അല്ലാതെ അതാണ്, അജ്ഞതയാണ് ഒരു മനുഷ്യന്റെ ശത്രു. ഖുർആൻ കാണുന്ന ശത്രു അതാണ്. അവന്റെ തന്നെ അജ്ഞതയാണ്, ഒരു മനുഷ്യന്റെ ഉള്ളിലെ അജ്ഞതയാണ് അവന്റെ ഏറ്റവും വലിയ ശത്രു. അവന്റെ മനസ്സിന് അവന്റെ പരിധിക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ജിഹാദ്. അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ, ഖുർആനിന്റെ ഈ വിഷയം മനസ്സിലാക്കാതെ ചരിത്രപരമായ മുഹമ്മദ്, അതാണല്ലോ ബദർ യുദ്ധമൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ബദർ എന്ന് പറയുന്നത് തന്നെ അതിൽ ശുഹദാക്കളാണ്, മഖ്തൂലീങ്ങളല്ല, രക്തസാക്ഷികളല്ല. ശുഹദാ എന്ന് പറഞ്ഞാൽ ജീവിത സാക്ഷികളാണ്. ഖുർആനിൽ ഒരിടത്ത് പോലും ശുഹദാ എന്ന വാക്ക് രക്തസാക്ഷികൾ എന്ന അർത്ഥത്തിൽ ഖുർആനിൽ ഒരിടത്ത് പോലും വന്നിട്ടില്ല എന്നതാണ് സത്യം. എന്നിട്ടും ബദറിലെ ശുഹദാക്കൾ എന്നാണ് പറയുന്നത്. ബദർ എന്ന പൂർണ്ണമായ ജ്ഞാനത്തിന് സാക്ഷികളായവരാണ് അവർ. അവരും 314 നബി അടക്കം. അതൊന്നും യാദൃച്ഛികമായി വന്ന അക്കമല്ല. അതൊക്കെ പിന്നീട് വിശദീകരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം അടിമത്തം ഖുർആനിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു പദം തന്നെ ഇല്ല എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ പിന്നെ അബ്ദ് എന്നൊന്നില്ലേ? അതെ, ഉണ്ട്. അബ്ദ് എന്നതല്ല അടിമ എന്നുള്ളതിന് പാരമ്പര്യ പരിഭാഷകരും വിമർശകരും ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ വാക്കല്ല. മറിച്ച് പാരമ്പര്യ പരിഭാഷകളിലും അതിൻ്റെ വിമർശകരും ഉപയോഗിക്കുന്ന വാക്ക് മാമലക്കത്ത് ഐമാനുക്കും എന്നാണ്. നിന്റെ യമീന് ഉടമപ്പെടുത്തിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ യമീനിന് പിന്നെ നേടിയെടുക്കാനും ഉടമപ്പെടുത്താനും, അതാണ് മലക്ക എന്നാണല്ലോ, നിന്റെ മുൽക്കിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ യമീൻ എന്താന്നുള്ളത് നമുക്ക് നോക്കണം. യമീന് ഐമാന് എന്നുള്ളതാണ്. ഈമാന് എന്ന വാക്കും ഐമാന് എന്ന വാക്കും ഒരു അലിഫിൽ മുകളിൽ അലിഫ് ഫതഹിട്ടും ഒന്ന് കെസറിട്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വാക്ക് ഒരേ വാക്ക് തന്നെയാണ്, വേറൊരു വ്യത്യാസമില്ല. എൻ്റെ സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത് 1, 2, 3 ക്ലാസ്സിൽ ഒതുങ്ങുന്നതല്ല എന്ന് എനിക്കറിയാം. അടിമത്തം ഖുർആനിലുണ്ടോ എന്ന ടൈറ്റിലോടുകൂടി ഒരു 4-5 ക്ലാസ്സെങ്കിലും എടുത്താലാണ് മാമലക്കത്ത് ഐമാനുക്കും എന്ന് വന്ന ആയത്തുകളെ മുഴുവൻ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുള്ളൂ. ഈ 15-20 മിനിറ്റ് കൊണ്ട്
മാമലക്കത്ത് ഐമാനുക്കും എന്ന് വന്ന ഖുർആനിൽ വന്ന ആയത്തുകളൊക്കെ വചനങ്ങളൊക്കെ പരിശോധിക്കുക പ്രയാസമാണ്. അപ്പൊ മാമലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ യമീന് നിങ്ങൾക്ക് എന്ത് ഉടമപ്പെടുത്തി തരുന്നുവോ, എന്ത് നേടിത്തരുന്നുവോ അതാണ് നിങ്ങളുടെ മലക്കത്ത് ഐമാൻ. ഇനി യമീൻ എന്താണെന്ന് നോക്കാം. അത് നമ്മൾ പറഞ്ഞല്ലോ, യമീന് ഐമാന്, ഈ ഐമാനും ഈമാനും ഒരേ വാക്കാണ്. രണ്ട് മേഖലകളിലൂടെ അത് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ റൂട്ട് ഒന്നാണ്, അതിൻ്റെ പ്രയോഗം ഒന്നാണ്. ഒന്ന് ഐമാൻ എന്ന് പറഞ്ഞു, ഒന്ന് ഈമാൻ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രത്യേകം ഓർക്കുക. മൂസയോട് ചോദിച്ചു, മാതാ ഫി യമീനിക യാ മൂസ, മൂസ നിന്റെ യമീനിൽ എന്താണ്? ആ യമീനിലുള്ളതാണ് നമുക്ക് കീഴടക്കാനുള്ളത്, നമുക്ക് നേടിയെടുക്കാനുള്ളത്, നിങ്ങളുടെ അധീനതയിലേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ളത് അതാണ്. അപ്പൊ മൂസ പറഞ്ഞത് കാലഹിയ അസായ എന്നാണ്, അതെന്റെ വടിയാണ്. ആ ഇൽമുൻ ഇലാഹിയാണ് അവന്റെ ഈമാൻ എന്ന് പറയുന്നത്, അതാണ് അവന്റെ ഐമാൻ. പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോ ഒരു മനുഷ്യന് അതാണല്ലോ, സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം എന്ന് പറയുന്നുണ്ട്. പിശാച് പറയുന്ന വാക്കാണ്. പിശാച് എന്ന് പറയുന്നത് വേറൊരു ലോകത്ത് ജീവിക്കുന്ന, ആകാശങ്ങളിൽ വിഹരിച്ച് നടക്കുന്ന ഒരു ജീവി അല്ല എന്ന്, ആ ആകാശത്ത് ഞാൻ സബാഹ് മിസ്ബാഹ് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പിശാചുക്കളെ എറിയാൻ നക്ഷത്രങ്ങളോ വിളക്കുകളോ എന്ന ടൈറ്റിലോടുകൂടി എടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. പിശാജ് അല്ലതി യുവസ്ഫിസു ഫീ നഫ്സിഹി എന്നാണ്. പിശാജ് മനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. അവനിൽ അജ്ഞതയാണ് ഉണ്ടാക്കുന്നത്, അവനിൽ പകയാണ്, ശത്രുതയാണ്, ഈഗോയാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അതാണ് പിശാജ്. ആ പിശാജ് അവന്റെ ഈമാനിലൂടെ ഐമാനിലൂടെ കടന്നു വരും എന്നാണ് പറയുന്നത്. അത് അടിമ സ്ത്രീകളിലൂടെ, അടിമകളിലൂടെ കടന്നു വരും എന്നല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. പിശാച് പറയാം, ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. മിംബൈനി ഐദീഹിം, അവർ ഏതൊക്കെ അവരുടെ കഴിവുകൾ കൊണ്ട് നേടിയെടുത്ത അറിവുകളുണ്ടോ ആ അറിവുകളെയൊക്കെ തെറ്റിക്കാൻ ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയണതാണ് അൻ ഐമാനിഹിം എന്ന് പറയണത്. ഞാൻ അവരുടെ ഐമാനിലും ചെല്ലും എന്ന് പറഞ്ഞാൽ എന്താ? അവർ അടക്കി വെച്ച, അവർ കീഴടക്കി വെച്ച അവരുടെ അടിമകളുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുമെന്നല്ല പിശാച് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു 4-5 ക്ലാസ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കന്നെ വേണം. അത് ഇന്നാണ് കഴിഞ്ഞാൽ നാളെ തന്നെ പറയില്ല. ഇത് ഉറക്കാൻ കുറച്ച് കാലം എടുക്കും. അത് എടുക്കുമ്പോഴേ പിന്നെ അടുത്ത ക്ലാസ് വരുള്ളൂ. അതാണ് ഞാൻ 2 കാര്യം സൂചിപ്പിച്ചു. മൂസയോട് ചോദിച്ചത് മാതാ ഫി യമീനിക യാ മൂസ എന്ന് പറഞ്ഞതാണ്. എന്താണ് നിന്റെ യമീനിലുള്ളത് എന്ന് ചോദിച്ചപ്പോ മൂസ പറഞ്ഞത് കാലഹിയ അസായ, എന്റെ അസയാണത്. അത് പാരമ്പര്യ പരിഭാഷയിൽ ഒരു സ്റ്റിക്ക്, ഒരു വടി എന്നുള്ള അർത്ഥത്തിനാണ്. അത് ആദമിന്റെ അസ എന്ന യാഗ് കൊണ്ട് എഴുതിയ ആ അസയിൽ നിന്ന് മൂസയുടെ അസ എന്ന് പറയുന്ന അവസാനം അലിഫ് കൊണ്ട് എഴുതിയ അതിലേക്കുള്ള യാത്രയാണത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതിന്റെ ഭാഷാപരമായ തലങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കും. ഇവിടെ അത് അള്ളാഹുവിന്റെ അറിവാണത്. ആ അറിവാണ് ഹയ്യത്തുൻ തസ്അയായി മാറുന്നത് എന്നൊരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഹയാത്ത് കൊടുക്കുകയാണ്, നിർജീവമായ മനുഷ്യർക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ വടി. അത് ഓരോ മനുഷ്യന്റെ ഉള്ളിലേക്കാണ് ഇടുന്നത്, നിലത്തല്ല.
അൽഖിഹ എന്ന് പറഞ്ഞ അൽഖ എന്ന് പറഞ്ഞ പ്രാസംഗികരൊക്കെ പറയും ഇന്നി ഉരീദു അൻ ഉൽഖിയ ഇലൈക്കും കലിമത്തൻ ഔ കലിമത്തൈൻ എന്ന് പറയും. നിങ്ങളിലേക്ക് ഒരു 2 വാക്ക് അല്ലെങ്കിൽ 1-2 വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറയുക, നിങ്ങൾക്ക് ഇട്ടുതരിക എന്നതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിലത്തിട്ട് പോകുക എന്നല്ല, അവരുടെ മനസ്സിലേക്കും ചിന്തയിലേക്കുമാണ് ഇട്ടുകൊടുക്കുന്നത്. അപ്പൊ ഇൽഖാഹ് താഴെ നിലത്തിടലല്ല. അപ്പൊ ഓരോ മനുഷ്യന്റെ ഉള്ളിലേക്കും ഈ വടി ഇട്ടപ്പോഴാണ് മൂസയുടെ ഉള്ളിലേക്ക്, ചിന്തയിലേക്ക്, ബുദ്ധിയിലേക്ക് ആ വടി ഇട്ടപ്പോഴാണ് അത് ഹയ്യത്തായത്, ജീവനുള്ളതായി മാറുന്നത്, യഹിയായി മാറുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അത് പിന്നെ ഈസയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ മാ മലക്കത്ത് ഐമാനുക്കും എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആ ജ്ഞാനത്തെ നിങ്ങളിൽ നിന്ന് ആര് ഉടമപ്പെടുത്തിയോ അത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിരവധി വചനങ്ങൾ ഉണ്ടാകണം. കാരണം ഞാനും എൻ്റെ ചിന്തയിലൂടെയും എൻ്റെ അന്വേഷണത്തിലൂടെയും ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് കണ്ടെത്തിയപ്പോൾ കടന്നുപോയി. അപ്പൊ പിന്നെ ആ വചനങ്ങളുടെ അർത്ഥതലങ്ങൾ പിന്നെ എന്താണ് എന്നായിരുന്നു പിന്നെ അന്വേഷണവും പഠനവും. അതിനുവേണ്ടി ഗ്രന്ഥങ്ങളും ഗുരുനാഥന്മാരെയുമുള്ള അന്വേഷണമായിരുന്നു പിന്നീട്. അങ്ങനെയാണ് അതിൻ്റെ പിന്നീട് മാമലക്കത്ത് ഐമാനുക്കും എന്ന് ഉപയോഗിച്ച വചനങ്ങൾ മുഴുവൻ വായിച്ചെടുത്തത് ഈ അർത്ഥതലത്തിലേക്ക് വന്നപ്പോൾ. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അബ്ദ് എന്നുള്ളത്, അബ്ദ് ഒരാളുടെ അടിമ എന്ന് ഖുർആൻ ഏതെങ്കിലും പറഞ്ഞിട്ടില്ല. അബ്ദ്, അബീദ്, ഇബാദുർ റഹ്മാൻ, അബ്ദുള്ള, ഇതാണ് ഖുർആനിന്റെ ക്രമം. അങ്ങനെയാണ് പോകുന്നത്. അബ്ദ്, തഅബീദ് എന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ വഴിയൊരുക്കുക എന്നാണ്. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ റഹ്മാനിയത്തിന്റെ വഴിയിലൂടെ അതിന്റെ വഴിയൊരുക്കി ആ റഹ്മാനിയത്തിലൂടെ സഞ്ചരിക്കുന്നവൻ എന്നാണ്, ആ ജ്ഞാനത്തിലൂടെ അതിന് വിധേയപ്പെട്ട് കഴിയുന്നവൻ എന്ന അർത്ഥമുള്ളൂ. അതൊരു വ്യക്തിക്ക് കീഴ്പ്പെട്ട ആളുകളെ അബ്ദ് എന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ. അബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അബീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ മേഖലയാണ് അബ്ദുള്ള എന്ന് പറയുന്ന മേഖല. അത് ഈസയുടെ മേഖലയാണ്, ഈസ എത്തിച്ചേരുന്ന മേഖലയാണ്. അപ്പൊ ഈ 2 വാക്കും നമ്മൾ പരിശോധിച്ചു. ഇനി ഇപ്പൊ അബ്ദുള്ള എന്ന് ഈസ പറയുന്നത് തൊട്ടിലിൽ കിടന്നിട്ടാണ് എന്നാണ് പറയുന്നത്. അത് തൊട്ടിലാണോ? മഹദ്, മാഹിദ്, മാഹിദൂൻ, ഫനിഅമൽ മാഹിദൂൻ, അർള് മഹദാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ വരും. പക്ഷെ അവിടെ വെച്ച് ഈസ സംസാരിക്കുന്നുണ്ട് ഇന്നി അബ്ദുല്ലാഹി ആത്താനിയൽ കിതാബ് വജഅലനി നബിയ എന്ന് പറയുന്നത്. അവിടെ ഇന്നി അബ്ദുള്ള എന്ന് പറയുന്നത് അതാണ്. ആ തലത്തിലേക്ക് ഈസ ഉയരാണ്. അള്ളാഹുവിന്റെ ജ്ഞാനത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈസ ഉയരുമ്പോഴാണ് അബ്ദുള്ളയാകുന്നത്. ആ വാക്ക് പ്രത്യേകമായിട്ടൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ തുടർ ക്ലാസ്സുകളിൽ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തരാനുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ അബ്ദുള്ള ഈസയാണ് എന്നുള്ളതൊന്ന് മനസ്സിൽ കുറിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ഈ ഫുറൂജ് എന്ന വാക്ക് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും എന്ന് പറഞ്ഞത്. അവിടെ മാമലക്കത്ത് ഐമാനുഹും, അതായത് അവരുടെ ഫുറൂജുകൾ ഭാര്യമാരടുത്തും അടിമ സ്ത്രീകളടുത്തും അവര് സംരക്ഷിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ഇപ്പൊ പരിഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. സത്യത്തിൽ അസ്വാജ് എന്ന് പറയുന്നത് നഫ്സിൽ നിന്നാണ് തസാവുജ് ഉണ്ടാകുന്നത്. വൈദൻ നുഫൂസ് സുവ്വിജത്ത് എന്ന് നമ്മൾ പറഞ്ഞു. വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ എന്ന് പറഞ്ഞു.
നഫ്സിൽ നിന്ന് അസ്വാജ് ഉണ്ടാക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ആയത്തോതിയിട്ട് മനുഷ്യരെ നിങ്ങളിൽ നിന്ന് എന്ന അർത്ഥം നമ്മൾ മാറ്റി പറയും. അതായത് അള്ളാഹുവിന് നമ്മൾ തിരുത്തി കൊടുക്കും. അതാണ് അവിടുത്തെ വിഷയം. അള്ളാഹു മിൻ അൻഫുസിക്കും എന്ന് നഫ്സിൽ നിന്ന് അസ്വാജുകളെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ല. മനുഷ്യ വിഭാഗത്തിൽ നിന്ന് അവരുടെ ഫിസിക്കലായ അസ്വാജിനെ കുറിച്ചുള്ള വിശദീകരണമാണ് പിന്നെ നിക്കാഹ് ഖുതുബകളിൽ നമ്മൾ കേൾക്കുക. അവരുടെ അൻഫുസുകളിൽ നിന്ന് ഞാന് സൗജിനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പിന്നെ വിശദീകരണം വരുന്നത് അവരുടെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും, ആണിന് പെണ്ണും പെണ്ണിന് ആണുമായിട്ട് ഞാൻ ഇണകളെ ഉണ്ടാക്കി എന്നുള്ള അർത്ഥതലത്തിലാണ് എല്ലാ നിക്കാഹ് ഖുതുബകളിലും ഈ ആയത്ത് ഞാൻ കേട്ടിട്ടുള്ളത്. പരിഭാഷകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോ അള്ളാഹു അൻഫുസക്കും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിൽ നിന്ന് റസൂൽ വന്നു എന്ന് പറഞ്ഞാൽ അത് മക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് വന്നു എന്നുള്ളത് പറയും. റസൂലും മിനല്ലാഹി ഉണ്ട്, റസൂലും മിൻ അൻഫുസിക്കും ഉണ്ട്. ഇത് രണ്ടും വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിന് നമ്മൾ ദീന് അങ്ങോട്ട് പഠിപ്പിക്കരുത്, തിരുത്തി നമ്മൾ അങ്ങോട്ട് കൊടുക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അസ്വാജ് അതാണ്. അതിനുശേഷം ഇല്ല ഔമ മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞാൽ അവര് ഇപ്പൊ തന്നെ അവരുടെ ഫുറൂജുകള് പൈശാചികതക്ക് കടന്നു വരാനുള്ള വഴികൾ അവര് ഇപ്പൊ തന്നെ സംരക്ഷിച്ച് നിർത്തിയവരാണ്. അതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തിയത്. അടിമകളല്ല, അടിമ സ്ത്രീകളല്ല. മനസ്സിലായോ? ഇങ്ങനെ എല്ലാ ഔമ മലക്കത്ത് ഐമാനുക്കും അല്ലെങ്കിൽ മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞ എല്ലാ വചനങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആമുഖമായി ആദ്യത്തെ ക്ലാസ് എന്നുള്ള നിലക്ക് ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഇതിന്റെ രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം, ഒരു 4-5 ഭാഗമെങ്കിലും, കാരണം അത്രയും വചനങ്ങളുണ്ട്. മലക്കത്ത് ഐമാനുക്കും എന്ന് പറയുന്ന വാക്കുകൾ വന്ന ആയത്തുകൾ, വചനങ്ങളുണ്ട്. അവയൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോഴേ ഇത് പൂർണ്ണമായിട്ടും എൻ്റെ സഹോദരങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.